മരണപ്പെട്ട് ബോഡി എടുത്ത് എല്ലാവരും പോയി. ഈ 4 പേരെയും അമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടി ഈ കോഴി കുഞ്ഞുങ്ങളെ എത്തിയിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ട്, അതിലിങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ല ചിത്രം വാൻഗോഗ് വരെ വരച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വരയ്ക്ക് പോലും ഞാൻ ആ മാർക്ക് കൊടുക്കില്ല. മദ്യപിച്ചാൽ അത്ര നല്ലവനല്ല. അത്യാവശ്യം അമ്മയെ വേദനിപ്പിക്കാവുന്നത്രയും വേദനിപ്പിച്ച ഒരു അമ്മ ഇപ്പോഴും ഉണ്ടോ? അമ്മ മരിച്ചു. ആ കുറ്റബോധം എൻ്റെ ഒപ്പം തന്നെ എന്നോടുകൂടി പോകുന്നതാണ്. കാരണം അത് തിരുത്താൻ പറ്റില്ല, അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്തത്രയും വേദനിപ്പിച്ചു. നമ്മളിങ്ങനെ ഇരുന്ന് അർത്ഥമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു മകൻ്റെ പേര് കേട്ട് ഞെട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പരാജയം എനിക്ക് അറിയില്ല. ഒരു കുട്ടിയുടെ പാദസരം, സ്വർണത്തിൻ്റെ പാദസരം കാണാണ്ട് പോയി. ഞാനാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. എന്നെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലായി. ഭക്ഷണം മോഷ്ടിക്കുമായിരുന്നു, പക്ഷേ വേറൊന്നും ആവശ്യമില്ല, ആവശ്യമുള്ള ഭക്ഷണമാണ്. എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടാണോ അതിന് കിട്ടണത് പോരാഞ്ഞിട്ടാണോ എന്തായെങ്കിലും എനിക്ക് ഒരു വീട്ടിലെ ഭക്ഷണം പോരായിരുന്നു. മനസ്സിലായി. കമ്മട്ടിപ്പാടത്തിലെ കൈയടിക്കടാന്ന് പറയുന്ന ഡയലോഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ അടിവയറ്റിൽ നിന്ന് എനർജി എടുത്തിട്ട് പറഞ്ഞു, ഒന്ന് കൈയടിക്കടാ പറയുന്ന പോലെ. നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ ഒന്നിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം തീർത്തുകൊണ്ടിരുന്നത് അമ്മയുടെ അടുത്തായിരുന്നു. ഞാൻ നശിക്കാൻ കാരണം അമ്മയാണ്. ഒരു മണികണ്ഠൻ ഇങ്ങനെ ആയിത്തീർന്നത് ഒരു മണികണ്ഠൻ വിചാരിച്ചുകൊണ്ടല്ല. നാടകം എന്ന് പറയുന്ന ഒരു കലയോട് എനിക്ക് പ്രണയം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ കലാപം എന്ന് പറയുന്ന ഒരു കലയെ പ്രണയിച്ചേനെ. വട്ടനിലാവൈ വാരിയെടുത്ത് ഉൻ പട്ടുക്കണ്ണത്തിൽ മുത്തം പതിത്തിട, കവിതൈ പാടും ഉൻ കൺകൾ വലയത്തിൽ കാലം മുഴുവതും കട്ടുണ്ട് കിടന്നിൽ, ചൊക്കച്ചുവந்த ഉൻ ശിങ്കാരമേനിയെ എൻ കൈക്കുള്ളടക്കി കാലത്തെ വെണ്ടിട. എന്നെക്കാൾ നല്ല പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ലാസ്റ്റ് പെർഫോമൻസിനെ കവർ ചെയ്യാൻ ഇനിയൊരു പെർഫോമൻസ് ഇല്ല. കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളം ഭയങ്കര ഫേമസ് ആണല്ലോ. എനിക്ക് തോന്നണ സിനിമാ ചരിത്രത്തിലെ അവസാനത്തെ വെള്ളം കുടിച്ച ആൾ ഞാനായിരിക്കും. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് ആ പൈപ്പില്ല. അവിടെ നിന്ന് സിനിമയുടെ വേദന എന്താണെന്ന് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ഷെഫ്സ് ഡ്രൈവ് എന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 8 എപ്പിസോഡാണ് ചെയ്തത്. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അവർക്കൊരു 30,000 ഫോളോവേഴ്സ്, 25,000 ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളായിരുന്നു. അതിൽ 8 പേരും ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രഡിക്ഷൻ ഞാനിവിടെ ചെയ്യുന്നത്. ഈ ആഹാരത്തിനും മ്യൂസിക്കിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് കടിക്കുമ്പോൾ മിനിമം ഒരു 10-30 കൊല്ലം പിറകെ ആ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. From raw emotions to electrifying screen presence, he is one of the most grounded yet dynamic performers of our time. ആരെന്നല്ലേ എൻ്റെ മോനെ. He is nothing but one and only my favorite മണികണ്ഠൻ. മണികണ്ഠൻ രാജൻ എന്ന് ഞാൻ വായിച്ചിരുന്നു, മണികണ്ഠൻ ആചാരി എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാവുന്ന മണികണ്ഠൻ ഒരു വലിയ സിനിമാ നടനാവാം, സ്റ്റേറ്റ് അവാർഡ് വിന്നറാവാം. ബട്ട് ദെൻ അഗെയിൻ ദർ ഇസ് മെനി അതർ തിങ്സ് വിത്തിൻ ദാറ്റ്. ഒരു കിച്ചൺ പോലെയാണ് എനിക്ക് ഈ വേൾഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു ഷെഫും ആൻഡ് വി ആർ കുക്കിംഗ് ആ റെസിപ്പീസ്. ആ റെസിപ്പിയെ മാറ്ററാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. റെസിപ്പി ചിലപ്പം സ്വീറ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്പൈസി ആയിരിക്കും, ചിലപ്പോൾ സർപ്രൈസസ് ആയിരിക്കും. എന്താണെന്ന് കേട്ടറിഞ്ഞാലോ ഇദ്ദേഹത്തിൻ്റെ റെസിപ്പി ആൻഡ് ഹൗ ഡിഡ് ഹീ കുക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെവൽ. സോ ലെറ്റ്സ് വാച്ച്. വെൽക്കം ബോർഡ് മണികണ്ഠൻ സഹോദര. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകൾ, കപ്പലണ്ടി മിഠായിയുടെയും തേങ്ങാ മിഠായിയുടെയും നാരങ്ങ മിഠായിയുടെയും കാലത്ത് ജീവിച്ച നമ്മളുടെ ഓർമ്മകൾ. സോ ലെറ്റ് us talk something from our old life. എൻ്റെ അച്ഛൻ കൊച്ചി ദേശക്കാരനാണ്, അമ്മ തൃപ്പൂണിത്തുറ. അച്ഛൻ കല്യാണം കഴിച്ച് കൊച്ചിയിൽ താമസിക്കുന്നു, സ്വർണ്ണപ്പണിയാണ്. പിന്നെ അച്ഛന് 4ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. എനിക്ക് 3 ചേട്ടന്മാരാണ്. എനിക്കൊരു 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. അച്ഛന് പൈൽസിൻ്റെ അസുഖം, ക്യാൻസറായി. അവിടെ നിന്ന് പിന്നെ തൃപ്പൂണിത്തുറയ്ക്ക് തിരിച്ചു വരികയും, അന്നത്തെ കാലത്ത് ഫോണും മെസ്സേജും വോയിസ് മെസ്സേജൊന്നും ഇല്ലല്ലോ, മനസ്സിൻ്റെ കെമിസ്ട്രി കൊണ്ടാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് മരണപ്പെട്ട് ബോഡി എടുത്ത് എല്ലാവരും പോയി. വെള്ളിപ്പറമ്പിൽ ഓലക്കുടിലുകൾ വെച്ച് താമസിക്കുന്ന ഒരു 3 ഫാമിലികളുണ്ട്. അതിലൊരു വീടായിരുന്നു നമ്മുടെ. മഴ പെയ്താൽ അത്യാവശ്യം എല്ലാ മഴയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട്, അപ്പോൾ അതൊരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിത്രം, മറക്കാത്തൊരു ചിത്രം, ഓർമ്മയിൽ എവിടെയോ കിടക്കുന്നൊരു ചിത്രം. അമ്മ പിന്നെ ആ കഥകളും പറഞ്ഞു. അത് കുറേശ്ശെ തെച്ച് മിനുക്കി എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഈ 4 പേരെയും ഇങ്ങനെ കൂട്ടി ഈ കോഴി കുഞ്ഞുങ്ങളെ എത്തിയിട്ട് മണ്ണെണ്ണ വിളക്കിൽ മരണപ്പെട്ട വീടാണ്. എല്ലാവരും പോയി. അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് അമ്മ കരഞ്ഞുകൊണ്ട് ആ ചെറിയ മഴ പെയ്യുന്നുണ്ട്, അതിലിങ്ങനെ നിൽക്കുന്നൊരു ചിത്രം. അതാണ് എൻ്റെ ലൈഫിലെ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നല്ല ചിത്രം വാൻ ഗോഗ് വരെ വരച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വരയ്ക്ക് പോലും ഞാൻ ആ മാർക്ക് കൊടുക്കില്ല. മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അമ്മയുടെ മനസ്സ് അമ്മൂമ്മയ്ക്ക് മെസ്സേജ് അയച്ചായിരിക്കാം, അല്ലെങ്കിൽ അമ്മൂമ്മ ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ ആ ബുദ്ധിമുട്ടുണ്ടാവാം, അവളെ അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വന്നല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സാമ്പത്തിക പ്രശ്നവും എവിടെ നിർത്തും എന്നുള്ള വിഷയമൊക്കെ കൊണ്ടായിരിക്കാം ആ സമയത്ത് കൂട്ടിക്കൊണ്ട് പോവാതെ ഇരുന്നത്. പിന്നെ അച്ഛൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും സെൽഫ് നോക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ നടക്കാത്ത കാര്യമായിട്ടാണ് അന്നത്തെ കാലം. അതിൻ്റെ ഇടയിൽ ഒരാളെയും കൂടി, ഒരു ഫാമിലിയും കൂടി, അല്ലെങ്കിൽ ഒരു വിധവയും 4 മക്കളെയും കൂടി നോക്കുക എന്ന് പറയുന്നത് ആലോചിച്ചും കൂടി നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അമ്മൂമ്മ ആ രാത്രി തന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് എങ്ങനെയൊക്കെ പൈസ ഒപ്പിച്ച് ഒരു കാറ് ടാക്സി വിളിച്ച് വന്ന് ഞങ്ങളെ ആ രാത്രി തൃപ്പൂണിത്തുറയ്ക്ക് വന്നു. തൽക്കാലം അമ്മൂമ്മയുടെ വീട്ടിൽ താമസം തുടങ്ങി. അവിടെ നിന്ന് പല വീടുകളിലായിട്ട് അമ്മയുടെ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്ന ആൾ അത്യാവശ്യം കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി ഭേദപ്പെട്ട ജീവിത രീതിയുള്ള ഒരാളായിരുന്നു കുഞ്ഞനാചാരി. അദ്ദേഹമാണ് എൻ്റെ ഈ പറഞ്ഞ ആദ്യത്തെ റോൾ മോഡലും ഗുരുവും. ഈ പറഞ്ഞ ആ പേര് ഒരിക്കൽ കൂടി, കുഞ്ഞനാചാരി. അദ്ദേഹം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു, രസികനായിരുന്നു, മദ്യപാനിയായിരുന്നു, കലാകാരനായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരാളായിരുന്നു. ഈ പറഞ്ഞ പോലെ ഉള്ളത് മറ്റുള്ളവർക്കും കൊടുക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ, ഞാൻ അവിടെ, എനിക്ക് നല്ല കിട്ടിയതിൽ ഏറ്റവും നല്ല വീട് കിട്ടിയത് എനിക്കാണ്. കാരണം അവിടെ ഫോണുണ്ടായിരുന്നു, കേബിൾ TV ഉള്ള വീടായിരുന്നു, അംബാസിഡർ കാറുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അങ്ങോട്ട് ആക്ടിങ് തുടങ്ങിയത് അവിടെ മുതൽ തുടങ്ങി. അത് എൻ്റെ ആണെന്നുള്ളൊരു, എൻ്റെ അല്ല എന്ന് പറയുന്നൊരു സത്യം, എൻ്റെ അല്ല എന്നുള്ളൊരു സത്യം എവിടെയോ ഉണ്ട്. പല പല സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ വല്യമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചി എവിടെ നിന്നെങ്കിലൊക്കെ അല്ലെങ്കിൽ സ്വന്തക്കാരൊക്കെ വരുമ്പോഴും നമ്മുടെ വീടല്ല വല്യമ്മയുടെ വീടാണ് എന്നുള്ളൊരു സാധനം ഉത്ബോധത്തിൽ എവിടെയൊക്കെ വന്ന് പോകുന്നുണ്ടെങ്കിലും നമ്മളതിൽ എൻജോയ് ചെയ്ത് ഞാൻ അവിടുത്തെ ഒരു പണക്കാരൻ കുട്ടിയായിട്ട് വളർന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മൂമ്മയുടെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പള്ളിപ്പറമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മൂമ്മ തറവാട്. അതിൻ്റെ അടുത്താണ് ഗേൾസ് ഹൈസ്കൂൾ. ഗേൾസ് ഹൈസ്കൂളിലാണ് എൻ്റെ, അതിനു മുമ്പ് അംഗൻവാടിയും ചെറിയ ഇതൊക്കെ കൊച്ചിയിൽ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ഈ കൃത്യമായ സ്കൂൾ ഓർമ്മ വരുന്നത് ഗേൾസ് ഹൈസ്കൂളിലാണ്. 4 വരെ ഗേൾസ് ഹൈസ്കൂളിൽ ആൺകുട്ടികളെ പഠിപ്പിക്കും. അവിടെ അങ്ങനെ ചേർന്നു. ഞാൻ ഭയങ്കര എനർജിയുള്ള ഒരു പയ്യനാണ്. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല, അത്രയും എനർജി, ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ പുറത്തിറങ്ങിയാൽ എല്ലാവരുമായിട്ടും ഭയങ്കര പെട്ടെന്ന് കമ്പനിയാവുക. അങ്ങനെ സ്കൂളിലും ഈ പറഞ്ഞ പോലെ ഇടിയും കുത്തി 2 ഡ്രസ്സായിട്ടാണ് പോകണത്. യൂണിഫോം പോയിട്ട് കളിക്കാൻ വേറെ, വർക്കിംഗ് ഡ്രസ്സ് വേറെ ഉണ്ട് എന്ന് പറയുന്ന പോലെ ചെറുപ്പം പോലെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ടൊരു ഒരു സംഭവം നടന്നു. ഒരു കുട്ടിയുടെ പാദസരം, സ്വർണത്തിൻ്റെ പാദസരം കാണാണ്ട് പോയി ഞാനാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. ആ മാഷിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം വെറുതെ വേദനിപ്പിക്കേണ്ടല്ലോ. മാഷ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവും. ആ മാഷ് എന്നെ ഇവിടെ ഈ കൈയിൻ്റെ ഇവിടെ പിച്ചി എന്നെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലായി. കള്ളനാണ് വെച്ചാൽ എനിക്ക് അതിനു മുമ്പ് ഹിസ്റ്ററി, ഇടിയും ഒന്നും പഠിക്കില്ല. പിന്നെ കടലാസ് ചുരുട്ടി അങ്ങോട്ട് എറിയുക. ഉച്ചയ്ക്ക് മുമ്പ് തന്നെയുള്ള ഇൻ്റർവെല്ലിൽ പിള്ളേരെ ടിഫിൻ ബോക്സ് തുറന്ന് ഓംപ്ലേറ്റ്, തൈര് ഇതൊക്കെ എടുത്ത് കഴിക്കുക.
ഭക്ഷണം മോഷ്ടിക്കുമായിരുന്നു. പക്ഷേ വേറൊന്നും ആവശ്യമില്ല, ആവശ്യമുള്ള ഭക്ഷണമാണ്. ഒരുപാട് തിന്നണമെന്നും രുചിക്ക് വേണ്ടിയിട്ട് നാക്ക് ഇങ്ങനെ സമരം ചെയ്തപ്പോൾ കിട്ടാവുന്നതൊക്കെ അടിച്ചു മാറ്റി തിന്നു. അപ്പോൾ ഒന്നും എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ അമ്മയെ വിളിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയായിട്ടൊക്കെ തന്നെ തീരുമാനമെടുത്തു ഇനി അവിടെ പഠിക്കേണ്ടതെന്നായി. കാരണം ഞാനത് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് കിട്ടുമോ, അത് എന്തോ സംഭവിച്ചു, ഞാനെല്ലാമെന്ന് മനസ്സിലായി. പക്ഷേ അവിടെ പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് ഈ വല്യച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് RLV സ്കൂൾ, രാധാലക്ഷ്മി വിലാസം എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. RLV സ്കൂളിലേക്ക് എന്നെ 2ാം ക്ലാസ് മുതൽ ചേർക്കുകയാണ്. ഈ സ്കൂളിൽ നിന്ന് മാറുകയാണ്. ആ സ്കൂളിൽ നിന്ന് മാറുക. ആ പുതിയ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ടിഫിൻ ബോക്സുകളുടെ ഒരു കഥ പറഞ്ഞല്ലോ. അപ്പം ഓംലെറ്റ് എടുത്ത് കഴിക്കുക. അപ്പം നമ്മളെല്ലാവരുടെയും ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും സ്കൂൾ ജീവിതത്തിൽ ചില ചെറുക്കന്മാർ അല്ലെങ്കിൽ ചില പെൺകുട്ടികളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. അതിന് പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അട്രാക്ഷൻ തോന്നും. അങ്ങനെ ഇഷ്ടപ്പെട്ട 2 പേരോടാണ് അത് ഈ ഭക്ഷണം കണക്ട് ചെയ്ത്. ഒന്ന്, ഒരുത്തൻ്റെ ചോറ് എന്നും ചുമന്നിരിക്കും. ചുമന്ന ചോറിനെന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത്. ഇന്നുണ്ടോ? അത് അവന് മാത്രമേ അറിയുള്ളൂ. എന്നുവെച്ചാൽ അവനത് രഹസ്യമായിട്ടിരുന്ന് കഴിക്കുള്ളൂ. കാരണം ഡെയിലി ബീട്രൂട്ടാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടാവുന്നത് ബീട്രൂട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര കൗതുകം. അപ്പോൾ ദിവസവും ബീട്രൂട്ട് ഉണ്ടാവും. പിന്നെ ഒരു പെൺകുട്ടി മോര്, ദിവസം മോരുണ്ടാവും. അത് ഇവരുടെയൊക്കെ പേര് ഓർമ്മയുണ്ടോ? പേരൊക്കെ ഓർമ്മയുണ്ട്. പേര് ഒന്ന് അരുണാണ്, പിന്നെ ഇത് മഞ്ജു. ഈ ചുമന്ന ചോറ്റുപാത്രം, അതായത് ചുമന്ന ചോറുള്ള ചോറ്റുപാത്രത്തിനോട് എന്നും ഒരു കൗതുകമായിരുന്നു. അതെ അതെ. അന്നത്തെ കാലത്ത് ഒരു ലക്ഷറി ആണല്ലോ. പിന്നീട് മനസ്സിലായി ഞാനും കൂടി തിന്നുന്നുണ്ടെന്ന് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ട് അമ്മ അതനുസരിച്ചാണത് പറഞ്ഞ പൊതിയാക്കിയത്. പൊതിയാക്കിയിട്ട് കുറച്ചും കൂടി ചോറും ഇതും വെച്ചിട്ട് അവിടെ കഞ്ഞി ഉണ്ട്. പക്ഷെ നമ്മൾ കഞ്ഞിയും പയറുമാണ് കഴിക്കേണ്ടത്. കഞ്ഞിയും പയറും കഴിക്കാൻ തയ്യാറല്ല. കഞ്ഞിയും പയറും വാങ്ങിക്കും. അതിനൊപ്പം തന്നെ ഇത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കയറി ഞാനൊരു പെരുമാറ്റം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കഴിക്കാൻ. ഈ സ്കൂള് പിള്ളേർ ഈ മൂത്രമൊഴിക്കാൻ ബെല്ലടിക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ നോട്ടം വെച്ചിരിക്കും ഈ ടൈമിനകത്ത്. അങ്ങനെ ഗേൾസ് സ്കൂളിൽ നിന്ന് RLVയിലേക്ക് വന്നു. RLVയിൽ വരുന്ന തന്നെ ഈ ബോർഡിങ്ങിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരെ ട്രീറ്റ് ചെയ്യില്ല. അതല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരുന്ന മറ്റേ ജൂനിയർ വന്ന അതേപോലത്തെ ഒരു മഞ്ഞുണ്ടാ എന്നുള്ള രീതിയിലാണ്. എനിക്ക് പോകുമ്പോൾ തന്നെ ഒരു സ്റ്റാർഡം ഉണ്ട്. മീൻസ് എന്നോട് നോക്കിയേ കളിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു രീതിയൊക്കെ. പിന്നെ അവിടെ പോയി 2ാം ക്ലാസ്സിൽ അവിടെ 10 വരത്തില്ലല്ലോ, ഒരു 8 വയസ്സ് ഏകദേശം അത്ര ഉണ്ടല്ലോ. പിന്നെ ഞാൻ തോറ്റിട്ടുണ്ട് അത്യാവശ്യം എല്ലാ ക്ലാസ്സും. അന്നത്തെ വലിയേട്ടനും കൂടെ ക്ലാസ്സില് ക്ലാസ്സിൽ ഈ തോറ്റിരിക്കുന്ന മുത്തപ്പൻ എന്നൊക്കെ വിളിക്കും. RLV സ്കൂളിലേക്ക് വന്നു. RLV സ്കൂളിൽ ഭക്ഷണം ഇത് തന്നെ കഞ്ഞിയും പയറുണ്ട്. അതേപോലെ തന്നെ അവിടെ ഈ വന്നപ്പോൾ ഈ മോഷണമൊക്കെ ഇത്തിരി കുറഞ്ഞു. നമുക്ക് അത്യാവശ്യം വല്യച്ഛൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും തീരാത്തൊരു ആക്രാന്തം എന്ന് തന്നെ പറയാം. പിന്നെ സൈമൺ ഉണ്ട്, ആൻ്റണി വർഗീസ്, ആൻ്റണി സേവ്യർ, ഇവരൊക്കെയാണ് എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കൾ. അപ്പോൾ ഈ സൈമൻ്റെ ഓംപ്ലേറ്റ് സ്ഥിരമായിട്ടുള്ള ഒരു ഇതാണ്. ഓംപ്ലേറ്റിൽ ഈ തക്കാളിയും ക്യാരറ്റൊക്കെ കുരുകുരാന്ന് അറിഞ്ഞിട്ട് മസാല ഓംപ്ലേറ്റ് ഒക്കെ ആദ്യമായിട്ട് കഴിക്കുന്ന സൈമൻ്റെ അമ്മച്ചി കഴിക്കുന്ന. അല്ല, അവിടെ നിന്ന് പോന്നു. കുറച്ചങ്ങ് പോന്നു. അങ്ങനെ സ്കൂൾ കാലഘട്ടങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യം എവിടേക്കോ ഉണ്ട്. എന്നാൽ ദാരിദ്ര്യം വരേണ്ട കാര്യമില്ലല്ലോ എന്നാലോചിച്ചാൽ കാര്യമില്ല. പക്ഷേ എനിക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടാണോ അതിന് കിട്ടണത് പോരാഞ്ഞിട്ടാണോ എന്തായെങ്കിലും എനിക്ക് ഒരു വീട്ടിലെ ഭക്ഷണം പോരായിരുന്നു. മനസ്സിലായി. അല്ല, മാത്രമല്ല ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഞാൻ ഭയങ്കരമായി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുക. എനിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആശുപത്രിപ്പടി ജംഗ്ഷൻ എത്താം. ജംഗ്ഷൻ്റെ അവിടെ തന്നെ അൺലോഡിങ്ങിൻ്റെ ചേട്ടന്മാരുടെ അവരിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുണ്ട്. അവിടെ ഏതെങ്കിലും ചേട്ടന്മാർ മുളക് വട വാങ്ങിച്ചു വയ്ക്കും. എനിക്ക് മുളക് വടയും ചായയൊക്കെ വാങ്ങിച്ചു തരും. അപ്പം ഞാൻ മിമിക്രി കാണിക്കും, പാട്ട് പാടും, വേണമെങ്കിൽ എന്ത് തലകുത്തി നിൽക്കും, എന്തും ചെയ്യും. എന്തെങ്കിലും സ്നാക്ക് കിട്ടിയ എന്തും ചെയ്യും. എന്നെ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട്, അതിന്നും ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ജനത്തിന്
അവരുടെയാണ്. അവരുടെ മണികണ്ഠൻ എന്ന് പറയുന്നത് ആണ് സംശയമില്ലാത്ത സിനിമകളിൽ അഭിനയിച്ചു പോകുന്ന സമയത്ത് ഞാനിപ്പോഴും ജീവിക്കുന്നത്, സിനിമ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കുന്നത് ആ സ്നേഹമാണ്. എന്നെ ഒരാളും ഈ പറഞ്ഞ എനിക്ക് അത് പറയുമ്പോൾ ഭയങ്കര ഫീലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും സ്നേഹിക്കാൻ മാത്രം നമ്മൾ എന്താ ചെയ്ത്, അവർക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ കമ്മട്ടിപ്പാട് ഇപ്പോൾ വന്നതാണല്ലോ, 2016 പക്ഷെ അതിന് മുമ്പേ മണികണ്ഠനോട് ഒരു ഇഷ്ടമുണ്ട്. ഈ പറഞ്ഞ നമ്മൾ ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഈ കൗമാരത്തിലേക്ക് കയറി നമ്മളുടേതായ കുറേ കയ്യിലിരിപ്പുകളുണ്ട് ഇതിൽ. ഇതെല്ലാം നമ്മൾ അത്ര ശുദ്ധനൊന്നുമല്ല. അതായത് പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ പട്ടിണികളും കിടന്നിട്ടുണ്ട്. പണിക്ക് പോയാൽ മര്യാദയ്ക്ക് പൈസ കിട്ടി അങ്ങനെ, പക്ഷെ പണിക്ക് പോകില്ല എന്നുള്ളൊരു വാശിയും തീരുമാനമൊക്കെ എടുത്ത പട്ടിണികളും ഉണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യവും പുകവലിയൊക്കെ ശീലമാക്കേണ്ട വന്നു. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ വലിയ ആൾക്കാരാണ്, പ്രായത്തിൽ കഴിഞ്ഞ ആളുകളുമായിട്ടാണ് എൻ്റെ സമ്പർക്കം. വളരെ ചെറുപ്പത്തിൽ തന്നെ 10 മണിക്കും 10:30 11 മണിക്കൊക്കെ, അതായത് ചേട്ടന്മാർ കലുങ്കിലിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കലുങ്കിലിരുന്ന് രാഷ്ട്രീയം പറയും, കഥ പറയും, വേറെ തെറ്റൊന്നുമില്ല അവിടെ. അപ്പോൾ അവരുടെ മുമ്പിൽ മിമിക്രി കാണിക്കുക, എന്നിട്ട് അവരാരെങ്കിലും ഒരാൾ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ അത് ഒറ്റയ്ക്ക് വരാറിയാം. പക്ഷെ അപ്പോൾ ഒന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെ പോയെന്നോ അങ്ങനെയൊന്നും അങ്ങനെ വലിയ ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് അയ്യോ ഞങ്ങളത് മാക്സിമം നോക്കിയതാണല്ലോ അവനെ നന്നാക്കാൻ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതുണ്ടായിരുന്നു, ഇല്ലയെന്നല്ല, അവർ നോക്കിയതാണ്, അവർ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അതൊന്നും ഒരു തടയായിരുന്നില്ല. മനസ്സിലായി. അങ്ങനെ നാടകം സ്കൂളിൽ വെച്ചാണ് ആദ്യമായിട്ട് നാടകം കളിക്കുന്നത്. ഭൂതത്താൻ്റെ നിധി എന്ന് പറയുന്ന ഏതാണ്ട് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. പക്ഷേ 5ാം ക്ലാസ്സിനേക്കാൾ വയസ്സ് കൂടുതലുണ്ടാവും. 12 വയസ്സിനകത്ത് 12 വയസ്സ് 13 വയസ്സുണ്ടാവും. 13-14 വയസ്സിൽ മധുമോഹൻ സാറിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന സീരിയൽ, ഞങ്ങളുടെ അവിടെ സീരിയൽ നടക്കാൻ നേരത്തെ അവിടെ പോയി നേരിട്ട് പോയി ചാൻസ് ചോദിച്ചു. എനിക്കൊരു ചാൻസ് തരുമോയെന്ന് ചോദിച്ചു. നിനക്ക് എന്ത് ചാൻസ് തരാൻ? അല്ല അഭിനയിക്കാൻ. നിനക്ക് എന്താ അറിയാം? എനിക്ക് മിമിക്രി അറിയാം. അവിടെ ഒന്ന് മിമിക്രി പറഞ്ഞു. മിമിക്രി അറിയാമെന്ന് പറഞ്ഞാൽ ശബ്ദമൊന്നുമില്ല, വെറുതെ അന്ന് സുരേഷ് ഏട്ടൻ്റെ കമ്മീഷനിലെ ഡയലോഗ് ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ ശ്വാസത്തിൽ പറയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഒരു ആൾ വന്നിട്ട് ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ആ ഒരു കൗതുകം ഉണ്ടല്ലോ, ഇന്നത്തെ പോലെ ജനിക്കുന്ന പിള്ളേർ കമ്പ്യൂട്ടറായിട്ട് വന്ന പോലെ അല്ല. പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. പണ്ട് നമ്മളെ ബൈജു ചേട്ടൻ നല്ല മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് വന്നതുപോലെ, അതെ അല്ലേ, ചെറിയൊരു കഥാപാത്രം. അതേപോലെ ഒരു അലക്കുകാരൻ പയ്യൻ്റെ ഒരു റോൾ അത് സീരിയൽ ചെയ്തു. അപ്പോൾ അന്ന് മുതലേ ചെറുപ്പം മുതലേ നമ്മൾ അത്യാവശ്യം ഫെയിമാണ് സ്കൂളിലൊക്കെ. അങ്ങനെ ഭൂതത്താൻ്റെ നിധി എന്ന് പറയുന്ന നാടകത്തിലാണ് ആദ്യമായിട്ട് ഒരു വലിയ വേഷം ചെയ്യുന്നത്. അതിൽ എൻ്റെ റോള് കള്ളനായിരുന്നു. കള്ളൻ എനിക്ക് ചെറുപ്പം മുതലേ കള്ളൻ എന്നെ പിന്തുടരും. കള്ളൻ്റെ വേഷം ഞാൻ ഗംഭീരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞ ഇംപ്രവൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് തഴക്കവും പഴക്കവും വരുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പറഞ്ഞ എടുത്തിടുക എന്ന് പറയണത്. അതൊക്കെ അന്നേ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ വിലയിരുത്തുമ്പോൾ എനിക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഗിഫ്റ്റ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് അന്ന് ചെയ്യാൻ കഴിഞ്ഞത്. അത് ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് വശങ്ങളൊന്നും പഠിക്കാതെ, അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും അറിയാതെ തന്നെ ഒരു വിഷയം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അടുത്തത് അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ അതിനിടയ്ക്ക് പല ട്രാവലുകൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് കോയമ്പത്തൂർ സ്വർണ്ണപ്പണി പഠിക്കാൻ പോയി, വെക്കേഷന് പോയിട്ട് പിന്നെ കുറേ നാൾ അവിടെ നിന്നു. ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ, ആ സമയത്ത് കോയമ്പത്തൂരുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ബ്ലഡിൽ കുളിച്ച് ഒരമ്മയുടെ മടിയിലൊരു മകൻ കിടക്കുന്നു, ആ അമ്മ കരയുന്നു. ഞാൻ നേരിട്ട് എന്നെ മനസ്സിലാക്കുന്നത് പ്രകൃതി എന്നെ ട്രാവൽ ചെയ്തു, ഞാൻ ട്രാവൽ ചെയ്തതല്ല. ഞാൻ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം നോളജ് വേണോ അല്ലെങ്കിൽ എന്തെല്ലാം ഡെപ്ത്ത് എനിക്ക് വേണോ അതൊക്കെ എന്നെ കാണിക്കുക എന്നുള്ള ഒരു ദൗത്യം ആരോ ഏറ്റെടുത്തിട്ട് എന്നെ കൊണ്ടുപോയ പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അത് കാണേണ്ട ഒരു കാര്യമില്ല. എനിക്കത് ആക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ പിന്നീട് എനിക്ക് ഈ പറഞ്ഞ വയലൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻറ്റിമെൻറ്റ്സിലേക്കും ഒരു അമ്മയുടെ വേദന എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇമാജിൻ ചെയ്യണ്ട, മനസ്സിലായി, ഒരു ഒരു എന്താ പറയുക, ഒരു ബോംബ് സ്ഫോടനമൊന്നും എനിക്ക് ഇമാജിൻ ചെയ്യണ്ട അല്ലെങ്കിൽ യൂട്യൂബിൽ അടിക്കണ്ട.
ഞാൻ നേരിട്ട് കണ്ടതാണ് മതത്തിൻ്റെ തീവ്രത. അതായത് എൻ്റെ കൂടെ എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. അതായത് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു, മീശ നൈസായിട്ട് കട്ട് ചെയ്തേക്കായിരുന്നു. അത് താടി കൂടുതൽ കട്ടിയും മീശ. അപ്പോൾ ഇയാൾ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ചേട്ടനെ വിളിച്ചിട്ട് ഇപ്പോൾ മുരുകദാസ് എന്നാണ് പേര് നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു വെറി, അപ്പോഴത്തെ വെറി അതെന്ന് വെച്ചാൽ അവരുടെ സഹോദരങ്ങൾ മരിച്ച് കുറേ പേര് മരിച്ചു, കുറേ പേര് ചോരയിൽ കിടക്കുന്നു. ആ സമയത്ത് മുസ്ലിംസിനെ കണ്ടാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുകയാണല്ലോ. മനസ്സിലായി. ആ തീവ്രത നേരിട്ട് ആ ചെറിയ പ്രായത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു 14-15 വയസ്സ് ടീനേജ് സമയമാണ്. അങ്ങനെ സ്വർണ്ണപ്പണി പഠിക്കാൻ പോയി, സ്വർണ്ണപ്പണി പരാജയപ്പെട്ടു, പഠിക്കാൻ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അപ്പം മുതൽ ഈ ചെറിയ ആരും കാണാണ്ട് ബീഡി വലിയും ഒരു ചെറിയതൊക്കെ ആരെങ്കിലും തന്ന ആടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 16-17 ആയപ്പോൾ സ്വതന്ത്രനായി, പുരുഷനായി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ മദ്യപാനവും പുകവലിയൊക്കെ കൂടി നാടകക്കാരൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് മുടിയും താടിയൊക്കെ. അതായത് എൻ്റെ ശരീരത്തെക്കുറിച്ച് ആലോചിക്കാനൊന്നും എനിക്ക് സമയമില്ല. കാലത്ത് എണീറ്റാൽ ഇറങ്ങണം, റോട്ടിലേക്ക് ഇറങ്ങുന്നു, നാടകം പഠിക്കാൻ നടക്കുന്നു, കുറേ തെരുവ് നാടകങ്ങൾ ചെയ്തു. ഇതിനിടയിൽ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ കാണുന്നൊരു നാടകശാലയുണ്ട്, ബാസബേരി. ആ ബാസബേരിയാണ് സത്യത്തിൽ എന്നെ റൂട്ട് തിരിച്ചത്. ഞാൻ നാടകം എന്ന് പറയുന്നൊരു കലയോട് എനിക്ക് പ്രണയം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ കലാപം എന്ന് പറയുന്ന ഒരു കലയെ പ്രണയിച്ചേനെ. മനസ്സിലായി. കലാപത്തിലും ഒരു കലയുണ്ട്. അപ്പോൾ ഗുണ്ടയാവാനോ ഒക്കെ സാധ്യതയുള്ള, കാരണം അത്രയും ധൈര്യമുണ്ട്, ബുദ്ധിയുമില്ല. അത് മതിയല്ലോ ക്വാളിഫിക്കേഷൻ. മനസ്സിലായി. ഇതിൻ്റെ ഇടയിൽ സിനിമ മോഹം എപ്പോഴാണ് തലയിൽ കയറിയത്? പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ നാടകക്കാരൻ എന്ന് പറഞ്ഞ് ഭാരമായി, വീടിനും നാടിനും എനിക്കും തന്നെ ഭാരമായി. കാരണം സ്വയം ഭാരമായി തുടങ്ങി. ഒരു അഡ്രസ്സ് വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു വിരൂപനായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അത് കുറേ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു എൻ്റെ മുമ്പിലുള്ള. ഞാൻ എൻ്റെ നാടകക്കാരൊക്കെ ഇന്ന് ചർച്ച ചെയ്യുമ്പോഴുള്ള ആളുകൾ ജോൺ എബ്രഹാം, സുരാസു, അങ്ങനത്തെ ഈ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ അനുകരിക്കുക എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ കുളിക്കാതെ നടന്നാൽ നമ്മൾ ഭയങ്കര സാംസ്കാരിക നായകന്മാരാവും. പക്ഷെ അത് വളരെ മണ്ടത്തരമായിരുന്നു, തെറ്റായിരുന്നു. പിന്നെ ജോലിക്ക് പോവുക എന്ന് പറയുന്നത് ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ ലീവ് എടുക്കണം. അത് പിന്നീട് അരഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അത്യാവശ്യം സെറ്റിലാവാൻ തുടങ്ങി ഓരോ പരിപാടികളായിട്ട്. ഈ 20-22 ആയപ്പോൾ അമ്മയ്ക്കും, അതായത് മദ്യപിച്ചാലിന് അത്ര നല്ലവനല്ല, ഭയങ്കര വയലൻസ് ഉള്ള ഒരാളാണ്. അത്യാവശ്യം അമ്മയെ വേദനിപ്പിക്കാവുന്നത്രയും വേദനിപ്പിച്ച ഒരു അമ്മ ഇപ്പോഴും ഉണ്ടോ? അമ്മ മരിച്ചു. ആ കുറ്റബോധം എൻ്റെ ഒപ്പം തന്നെ എന്നോടുകൂടി പോകുന്നതാണ്. കാരണം അത് തിരുത്താൻ പറ്റില്ല, അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത അത്രയും വേദനിപ്പിച്ചു. അത് ഞാനിത് തുറന്നു പറയുന്നത്, പുതിയ തലമുറയിലെ മക്കൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഓരോ പ്രവൃത്തിക്കും നമ്മൾ അനുഭവിക്കേണ്ട വരും എന്ന് പറയുന്നത് നമ്മളെ ആരെങ്കിലും കൊട്ടേഷൻ നിന്ന് ഇടിക്കുന്നല്ലോ എന്നല്ല, നമ്മുടെ മനസ്സ് നമ്മളെ ചോദിച്ചുകൊണ്ടേയിരിക്കും, പശ്ചാത്തപിക്കും. നമ്മളിങ്ങനെ ഇരുന്ന് അർത്ഥമില്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും. അമ്മയെ വിളിച്ചതും അമ്മയെ ചെയ്തതും അമ്മ പേടിച്ചതും ഞെട്ടിയതും ഒക്കെ തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് ഒരു യാത്ര. അത് ഇപ്പം ഞാൻ നടനായി സ്റ്റേറ്റ് അവാർഡ് അമ്മയ്ക്ക് കൈ കൊടുത്തു ഒക്കെ ശരിയാണ്. പക്ഷെ മണികണ്ഠൻ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ആദ്യത്തെ വികാരം ഞെട്ടല. ഒരു മകൻ്റെ പേര് കേട്ട് ഞെട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പരാജയം എനിക്ക് അറിയില്ല. അത് അങ്ങനെ ആയിപ്പോയി എൻ്റെ ലൈഫിൽ. അങ്ങനെ ഒരു അറിവില്ലായ്മ ഒരു, അതായത് നമ്മുടെ നാടിൻ്റെ ഒരു കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ ആരുടെ കുഴപ്പമെന്ന് അറിയില്ല. ഒരു ഒന്നിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കമ്മട്ടിപ്പാടത്തിലെ കൈയടിക്കട എന്ന് പറയുന്ന ഡയലോഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ അടിവയറ്റിൽ നിന്ന് എനർജി എടുത്തിട്ട് പറഞ്ഞാൽ ഒന്ന് കയ്യടിക്കടാ പറയുന്ന പോലെ. എന്നുവെച്ചാൽ മതിയായി, തല കുത്തി നിന്നിട്ട് പോലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റണില്ല, പിടിക്കാൻ പറ്റണില്ല, ഒരാളെ അംഗീകരിക്കണില്ല, ഒരാളും നമുക്ക് വേണ്ട ഇത് തരുന്നില്ല. അപ്പോൾ ദേഷ്യം ഇതെല്ലാം തീർത്തുകൊണ്ടിരുന്നത് അമ്മയുടെ അടുത്തായിരുന്നു. മദ്യവും ബോധമില്ലായ്മയും, ഈ പറഞ്ഞ മദ്യം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മദ്യമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്.
കഴിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് ആണ്. മനസ്സിലായി. ഞാൻ നശിക്കാൻ കാരണം അമ്മയാണ്. അമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ എന്തിനു കല്യാണം കഴിച്ചു എന്നൊക്കെ ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആവർത്തിച്ച് പിന്നെയും പറയുന്നതും എന്നെ ഇതുവരെ കേട്ടവരല്ലല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. പുതിയ തലമുറ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് അവർ മനസ്സിലാക്കട്ടെ. ഭയങ്കര എനർജി ഉള്ളവർ ആ എനർജി അത് അന്നത്തെ മാതാപിതാക്കളുടെ പ്രശ്നമുണ്ട്, സമൂഹത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരു മണികണ്ഠൻ ഇങ്ങനെ ആയിത്തീർന്നത് ഒരു മണികണ്ഠൻ വിചാരിച്ചുകൊണ്ടല്ല. അല്ല, തീർച്ചയായും ഒരുപാട് പേരുടെ ഓപ്പറേഷനാണ്, യൂണിവേഴ്സലായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ. അല്ല ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തതല്ല. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ ഒരു മരമുണ്ട്. ആ മരത്തിന് എന്നെ നന്നായിട്ട് അറിയാം. കാരണം എൻ്റെ എല്ലാ ഏറ്റവും താഴത്തുനിന്ന് അടിച്ച് എന്താ പറയുക ചീഞ്ഞെന്ന് പറയില്ലേ, ആ ലെവലിലുള്ള എന്നെ കണ്ടു. ഞാൻ ആദ്യമായി കാറ് വാങ്ങിച്ചിട്ട് ആ മരത്തിച്ചോട്ടിൽ പോയി നിന്നിട്ട് ഞാൻ വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത ലെവലിലുള്ള കാറ് വാങ്ങി, അടുത്ത കാറ് വാങ്ങി. അതായത് അവിടെ നിന്ന് 5 രൂപ 10 രൂപ കളക്ട് ചെയ്ത് ഒരു 36 രൂപ 40 രൂപ ആകുമ്പോൾ ഒരു പെഗ് അടിക്കാൻ പോവാം. അങ്ങനെ കളക്ട് ചെയ്ത് പെഗ് അടിച്ചുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്നാണ് ഈ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ പതുക്കെ പതുക്കെ ആ ലൈഫ് ബോറടിക്കാൻ തുടങ്ങി. അപ്പം മടുത്തു തുടങ്ങി. ആരും അത് ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതായിരുന്നു. അത് പതുക്കെ പോകാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ കാണുമ്പോൾ ആളുകൾ പേടിക്കുന്നുണ്ട്. പൈസ ചോദിക്കുമോ, വല്ല ഏണിയാവോ, കല്യാണത്തിനൊക്കെ തലേദിവസം കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ ഇരുന്ന് അടിച്ചവരെ തന്നെ അടിക്കും. അങ്ങനെ പ്രശ്നങ്ങളുള്ള അങ്ങനെ മെൻ്റലി ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെവിടെ എത്തണില്ല. വേറൊരു പണിയും പഠിച്ചിട്ടില്ല. ഈ നടനാവണം എന്ന് തീരുമാനിച്ച് നമ്മൾ വേറൊരു പണിയും പഠിച്ചിട്ടുമില്ല. അങ്ങനെയൊക്കെ നടന്ന് പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ എൻ്റെ ഷാബു ചേട്ടനുണ്ട്. ഷാബു ചേട്ടൻ നാടകത്തിലുള്ള ഷാബു കെ മാധവൻ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഈ പറഞ്ഞ നമുക്ക് ഓരോ സമയത്തും നമുക്ക് ഓരോ റോൾ മോഡലും ഓരോ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഓരോ വിരൽ കിട്ടും. ദൈവം എന്ന് വേണമെങ്കിൽ അവരെ പറയാം. ദൈവത്തിൻ്റെ കൈകളാണത്. അപ്പോൾ ആ വിരലിൽ പിടിച്ച് കുറേ നാൾ നാടകം അത്യാവശ്യം തൃശ്ശൂർ, ഈ എറണാകുളം തൃപ്പൂണിത്തുറ ഏരിയയിൽ നിന്ന് വിട്ട് എന്നെ കുറച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് ഷാബുച്ചേട്ടനാണ്. പിന്നെ പാർട്ടിയുടെ നാടകങ്ങളിൽ ഇത്തിരി പൈസ കിട്ടാനുള്ളത്. അങ്ങനെ ഷാബുച്ചേട്ടൻ മാർക്കറ്റിൽ അൺലോഡിങ് തൊഴിലാളിയാണ്. അപ്പം ഞാൻ ഷാബുച്ചേട്ടനിലേക്ക് നോക്കിയപ്പോൾ പുള്ളിക്ക് വൈഫ്, കൊച്ച്, അമ്മ ഇതൊക്കെ ഉണ്ട്. ഫാമിലി നോക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നാടകം കളിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം സിനിമ അന്വേഷിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാടകക്കാരനാവാൻ വെറുതെ ഇങ്ങനെ അലക്കാതെയും കുളിക്കാതെയും നടന്ന നാടകക്കാരനാവില്ല. നമ്മൾ പണിക്ക് പോയി ആ കിട്ടുന്ന സമയത്ത് പഠിക്കുകയും കിട്ടുന്ന സമയത്ത് ആലോചിക്കുകയും ചെയ്താലും ആവാൻ പറ്റുമെന്നുള്ളത് പുള്ളിയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ മാർക്കറ്റിൽ പല ജോലികൾക്കും പോയിട്ടുണ്ട്. ലാസ്റ്റ് സിനിമയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ചമ്പക്കര മാർക്കറ്റിൽ പ്രകാശൻ എന്ന് പറയുന്ന ആശാൻ്റെ തട്ടിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മണിച്ചേട്ടൻ അങ്ങനെ കുറേ പേരുടെ തട്ടിൽ നിന്നിട്ടുണ്ട്. മീൻ വെട്ടാൻ വെളുപ്പിനൊരു 4:30 ഒക്കെ എണീറ്റ് കഴിഞ്ഞാൽ 5-5:30 ആകുമ്പോൾ മാർക്കറ്റിലെത്തി കഴിഞ്ഞാൽ ഒരു 10-10:30 ആകുമ്പോൾ പരിപാടി തീരും. അത്യാവശ്യം 600 രൂപ മേലെ ആശാൻ തരും. അങ്ങനെ കുളിച്ച് പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് എവിടെയെങ്കിലും നാടകമോ സിനിമയോ ആയിട്ടൊക്കെ അന്വേഷിച്ച് കിടക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലെനിൻ സാറ് ഇതിന് മുമ്പാണ് ലെനിൻ സാറ് വന്ന് സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മദ്രാസിൽ ഒന്ന് പോയി വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോവും. മദ്രാസിലെ ജീവിതം വേറെ. മദ്രാസിൽ പോയി കുറേ നാൾ നിന്ന് അവിടുത്തെ മാത്രം എപ്പിസോഡുകളായിട്ട് പറയേണ്ടി വരും. കാരണം നമുക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന അനുഭവം തന്നെ പറഞ്ഞാൽ തീരത്തില്ല. അവിടെ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറി ആളുകളുമായിട്ട് ജീവിക്കാനുള്ള മനസ്സിലായി. കോടമ്പക്കം എന്നുള്ള സ്ഥലത്താണോ പോയത്? അതെ, കോടമ്പക്കത്തെ പൈപ്പിലെ വെള്ളം ഭയങ്കര ഫേമസ് ആണല്ലോ. അത് എനിക്ക് തോന്നണ സിനിമാ ചരിത്രത്തിലെ അവസാനത്തെ വെള്ളം കുടിച്ച ആൾ ഞാനായിരിക്കും. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് ആ പൈപ്പില്ല. പിന്നെ അതായത് ഞാൻ പോകുമ്പോൾ ഉണ്ടത് അങ്ങനത്തെ മറ്റേ ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയില്ലല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുമെന്നുള്ള അറിയില്ലല്ലോ. പിന്നെ സൈക്കിളിൽ ചായ ക്യാൻ വെച്ചിട്ട് വെളുപ്പിന് എണീറ്റ് തമിഴ്നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വയ്ക്കും. പിന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വിജിൽ എന്ന് പറയുന്നൊരു സുഹൃത്ത്, ചേട്ടൻ്റെ സുഹൃത്താണ്, പുള്ളിയുടെ കണക്ഷനിൽ അവിടെ പോയി ലെനിൻ സാറിൻ്റെ പടത്തിന് അഭിനയിക്കാൻ പോയി. പറൈ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻസ് ഉണ്ട്, അത് കൊട്ടുന്ന ആളുകളുടെ ഒരു സിനിമയായിരുന്നു. ഒരു അവാർഡ്
മൂടുള്ളൊരു പടം. അപ്പോൾ അതിന് കൊണ്ടുപോയി അവരുടെ കൂടെ ഒരാഴ്ച ക്യാമ്പ് ചെയ്തു. അത് പഠിക്കാനൊക്കെ പോയി, അത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ പടം ഇപ്പം ചെയ്യുന്നില്ല, നീ നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അത് അങ്ങനെ പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ അത്യാവശ്യം ഗമയൊക്കെ അടിച്ചു കഴിഞ്ഞു. കാരണം നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിലൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. അന്ന് ലെനിൻ സാറിൻ്റെ പടത്തിൽ നായകനായിട്ട് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ വിചാരിച്ച ലെനിൻ രാജേന്ദ്രൻ, ഞാനും അതാ വിചാരിച്ച. ഇത് എഡിറ്റർ ബി ലെനിൻ ഉണ്ട്, ബി ലെനിൻ BT വിജയൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഹിറ്റ് പടങ്ങളുടെ എഡിറ്ററാണ്. 3 പ്രാവശ്യം നാഷണൽ അവാർഡ് വിന്നറാണ്. അദ്ദേഹം കൊണ്ടുപോയിട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പോയില്ല. ഒന്ന് വന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ച്, ചേട്ടനപ്പോൾ കലാക്ഷേത്രയിൽ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. കലാക്ഷേത്രയിൽ ധനഞ്ജയ മാഷിൻ്റെ കൂടെ ഡാൻസ് പഠിക്കാൻ. അപ്പോൾ ചേട്ടൻ മദ്രാസിലുണ്ട്. അപ്പോൾ ചേട്ടനും എന്നെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പേടിയുണ്ട്. കാരണം എൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലാത്തതുകൊണ്ട്. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ വിജിലിൻ്റെ കോണ്ടാക്റ്റ് വന്നു. വിജിലുമായിട്ട് ഞാൻ വന്നു. ഈ ചായയുടെ പരിപാടികൾ ചെയ്യും. അവിടെ ചെന്നിറങ്ങി എനിക്ക് ആരാണ് സിനിമാക്കാരെന്ന് അറിയില്ല. അത്യാവശ്യം നീളവും വലിയ വണ്ടിയൊക്കെ, നല്ല കാശ് കൂടിയ വണ്ടി. അന്ന് വണ്ടികളുടെ പേര് പോലും പറയാനറിയില്ല. BMW എന്നോ അല്ലെങ്കിൽ ഉഗ്രം വണ്ടി. അതാണ് നമ്മുടെ അംബാസഡർ, മാരുതി അല്ലാതെ വേറെ വണ്ടിയുടെ പേരുകൾ പോലും അറിയില്ല. അങ്ങനത്തെ വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ ഓടിപ്പോയിട്ട് എന്നപ്പോൾ സിനിമ സാർ, ഇല്ല ഓക്കെ. അങ്ങനെ എല്ലാവരോടും പോയി ചോദിക്കുക, സിനിമയാണോ നിങ്ങൾ സിനിമയിലുള്ളതാണോ എന്ന് ചോദിക്കും. പിന്നീട് പതുക്കെ ഇങ്ങനെ ഒരാൾ ചായക്കടകളിൽ ഈ സിനിമാക്കാരെല്ലാവരും വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ഈ എന്നെപ്പോലെ തന്നെ ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന 1-2 പേരായിട്ട് സംസാരിച്ച് വർത്താനമായി. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓഫീസുകളുണ്ടാവും. അവർ പടം തുടങ്ങുന്നതിന് മുമ്പ് പത്രത്തിലിടും, കോടമ്പക്കത്തിൽ ഇന്ന സ്ഥലത്ത് ഓഫീസ് തുടങ്ങുന്നു, വെற்றிമാരൻ ഇന്ന സിനിമ പുതിയ ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ പുറകിൽ പേരും നമ്പറും എഴുതി അവിടെ ചെല്ലുക, കൊടുക്കുക. അവർക്ക് ആ ഫോട്ടോ കണ്ടോ ഒക്കെ ആണെങ്കിൽ അവർ വിളിപ്പിക്കും, ഓഡിഷൻ ചെയ്യും. അങ്ങനെയാണ് സിനിമയിലേക്ക് കയറാനുള്ളൊരു മാർഗ്ഗമുള്ളത്. അപ്പോൾ ഞാൻ ഈ ഓഫീസുകൾ അന്വേഷിച്ച് ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ പോയത്. സ്റ്റുഡിയോ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, ഇത് സ്റ്റുഡിയോ ആണ്, ഇവിടെ അഭിനയിക്കാൻ ചാൻസ് ഒന്നുമില്ല, ഇവിടെ ഒരു ഓഫീസ് ബോയുടെ ചാൻസ് ഉണ്ട്, കയറണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി. അവിടെ ഓഫീസ് ബോയ് ആയിട്ട് കയറി. അത് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് സിനിമയുടെ വേദന എന്താണെന്ന് മനസ്സിലായി. എല്ലാം ഉണ്ടായിരുന്നു അവിടെ, മിക്സിങ്ങും ഡബ്ബിങ്, എഡിറ്റിങ്, അങ്ങനെ എല്ലാം. അപ്പോൾ എല്ലായിടത്തും ചായ കൊടുക്കാനും വെള്ളം കൊടുക്കാനും പോകുമ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കും. പിന്നെ മലയാളത്തിൽ നിന്ന് വരുന്ന പടങ്ങൾ തെലുങ്കിലും തമിഴാക്കുന്ന ഡബ്ബിങ് വേറെ ഉണ്ടായിരുന്നു. എഡിറ്റിങ് ഇന്നത്തെ എഡിറ്റിംഗ് അല്ല, ഇങ്ങനെ പോയിന്റ് നോക്കിയിട്ട് അടിച്ച് പഴയ എഡിറ്റിംഗ് ഉണ്ടല്ലോ, ആ പഴയ എഡിറ്റിംഗ് കാണാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ പോലെ മകനെ നായകനാക്കാൻ വേണ്ടി എല്ലാം വിറ്റ് തൊലച്ച് പടം ഇറക്കാൻ പോലും പറ്റാതെ സ്റ്റുഡിയോയിൽ നിന്ന് പൊട്ടിക്കരയുന്ന അച്ഛനെ കണ്ടു. ഒരു ചെറിയ റോളിൽ ഡബ് ചെയ്യാൻ വന്ന ആൾ വലിയ നായകനായ കഞ്ചാകറുപ്പ് എന്ന് പറയുന്ന നടൻ്റെ ചെറുതായിട്ട് അദ്ദേഹം കയറി വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ രൂപം, അത് കഴിഞ്ഞ് പുള്ളി വലിയ പണക്കാരനായി, മീൻസ് ഹിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പുള്ളിനെ കണ്ടു. അങ്ങനെ ഈ സിനിമയുടെ ഷെയ്ഡുകൾ കാണാൻ പറ്റി. അങ്ങനെ അവിടെ പോകാൻ നേരത്തെ അവിടുത്തെ ഒരു ഫങ്ഷന് ലെനിൻ സാറ് ഗസ്റ്റായിട്ട് വന്നു. സാറ് എന്നെ അവിടെ കാണുന്നത്, ഞാനങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സാറിങ്ങനെ കണ്ടിട്ട് നീ പോയില്ലേന്ന് ചോദിച്ചു. പോകാൻ പറ്റില്ല സാർ, സിനിമയിൽ അഭിനയിക്കാണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കുന്നു പറഞ്ഞു. വിളിച്ചു. സാറിൻ്റെ ഒരു എസ്റ്റേറ്റ് കുണ്ട്രത്തൂരുണ്ട്. കുണ്ട്രത്തൂർ എന്ന് പറയുന്ന അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരെ പോകണം, മദ്രാസിൽ നിന്ന് ഇത്തിരി ഗ്രാമമാണ്. അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് നോക്കണം. അവിടെ കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആ തേങ്ങയൊക്കെ പറക്കിയിടണം, അവിടെ താമസിക്കാൻ, ആ വീട് നോക്കണം. രാവിലെ തിയേറ്റർ ലാബ് എന്ന് പറഞ്ഞ് വടപളനിയിൽ ഒരു സിനിമ ആക്ടിങ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നാടക അഭിനയമല്ലേ, നീ സിനിമയിലേക്ക് അവിടെ പോയാൽ നിനക്ക് സിനിമയ്ക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അവിടെ സിനിമയുടെ ഓഡീഷനൊക്കെ നടക്കും. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് പറയാം, അവിടെ ചേർന്നോളാൻ പറയും. അപ്പോൾ സാറാണ് എൻ്റെ രക്ഷാധികാരി, പൈസയൊക്കെ സാറ് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് കുണ്ട്രത്തൂരിൽ നിന്ന് വടപളനിക്ക് പോകും. അപ്പോൾ അത്യാവശ്യം സാറ് പൈസ തരും, എങ്കിലും ഞാൻ മാക്സിമം നടക്കുകയുള്ളൂ. കാരണം വെച്ചാൽ തമിഴ് ഡയലോഗ്, ഇപ്പോൾ നമ്മളിങ്ങനെ റൗണ്ട് ഇരുന്നിട്ട് തമിഴ്
ഡയലോഗ് സ്ക്രിപ്റ്റ് വായിക്കും. അപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല. അത് മലയാളത്തിൽ ഇവിടെ ഉള്ളപ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും വായിച്ച് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്, ഞാൻ വായിക്കണ്ട. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നടന്ന് പോകുമ്പോഴും വരുമ്പോഴും ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ടേ നടക്കും. അങ്ങനെയാണ് ഇത് ബൈഹാർട്ടാകുന്നത്, തമിഴ് ഡയലോഗ് പഠിക്കാനായിട്ട്. അപ്പോൾ അത് അവിടുത്തെ മാസ്റ്റർക്ക് ചെന്ന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പം വട്ട നിലാവൈ വാരിയെടുത്ത് ഉൻ പട്ടുക്കണ്ണത്തിൽ മുത്തം പതിത്തിട കവിதை பாடும் உன் கண்கள் வலயத்தில் காலம் முழுவதும் கட்டுண்டு கிடந்திட சொக்கச் சுவந்த உன் சிங்காரமேனியை என் கைக்குள் அடக்கி காலத்தை வென்றிட ആസൈதான் ஆனால் ആകാத ആസൈ. ഈ സാധനം തൂയ തമിഴ് എന്ന് പറയും, സാധാരണ തമിഴല്ല. ഇത് പെട്ടെന്ന് പറയാം. രാജാക്കന്മാരൊക്കെ തിയേറ്റർ ലാബിൽ വെച്ചിട്ട് സുബ്രഹ്മണ്യ ശിവ എന്ന് പറയുന്നത് ധനുഷിൻ്റെ ഇന്നത്തെ മാനേജറല്ല, സത്യത്തിൽ ധനുഷിനെ വെച്ചിട്ട് ഒരു വലിയ ഹിറ്റ് കൊടുത്ത ഡയറക്ടറാണ്. ധനുഷിൻ്റെ വലിയ സുഹൃത്താണ്. ഇപ്പോൾ അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട് ധനുഷിൻ്റെ കാര്യങ്ങൾ. തിരുടാ തിരുടി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് സുബ്രഹ്മണ്യ ശിവ. മന്മഥരാസ അദ്ദേഹം ജയമോഹൻ സാറിൻ്റെ ഉലോഹം എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം തന്നെ നായകനായിട്ട് തീരുമാനിച്ചു. ഈ തിയേറ്റർ ലാബിൽ ഓഡീഷന് വന്നു. ഓഡീഷന് വന്നിട്ട് അന്ന് ഏതാണ്ട് 30 താഴെ ആളുകൾ, നേരത്തെ പഠിച്ചവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും വിളിച്ച് എത്തിയേക്കാണ് സാറ് ഓഡീഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഓരോരുത്തർ ചെയ്യുമ്പോഴും ഞാൻ പുറകോട്ട് മാറും. കാരണം എനിക്ക് തീം കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ മാറി എല്ലാവരും ചെയ്ത് ഒരുപാട് സമയമെടുത്തു. ലാസ്റ്റ് അപ്പോൾ ഏതാണ്ട് വന്നു 1 മണിക്കൂർ മേലെയായി. അപ്പോൾ അത് നിർത്താമെന്നുള്ളൊരു, ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഞാനുണ്ട്. ചെയ്യടോ എന്ന് പറഞ്ഞു സാറ്. തമിഴും മലയാളം കൂട്ടി, കേരളമാണ്, മലയാളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാനായിട്ട് ഞാനപ്പോൾ വരെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പിടുത്തമില്ല. നിന്നപ്പോൾ കറണ്ട് പോയപ്പോൾ എന്നാൽ ശരി നമുക്ക് പിന്നെ ഒരു ദിവസം ഓഫീസിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ തിയേറ്റർ ലാബിൻ്റെ സാറ് പറഞ്ഞു പിന്നെ ഒരു ദിവസം ഓഫീസിലേക്ക് വിടാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, സുബ്രഹ്മണ്യ ശിവ പറഞ്ഞു, ഇല്ല നമുക്ക് വെയിറ്റ് ചെയ്യാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൊബൈലിൻ്റെ ലൈറ്റ് എല്ലാവരും തെളിച്ച് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലൈറ്റ് മതി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി മൊബൈൽ ലൈറ്റ് തെളിച്ചപ്പോൾ അതിന് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഫീലുണ്ടായി. ഞാൻ ഒരു കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ഞൊണ്ടി ഒരു പിച്ചക്കാരനെ പോലെ ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. അപ്പോൾ ആ കാഴ്ചയും ഞാനെടുത്ത ആ തീമും എൻ്റെ എനർജിയും ഒക്കെ വെറൈറ്റി ആയിരുന്നു. ആ കറണ്ട് പോയത് സത്യത്തിൽ ദൈവാനുഗ്രഹമായി. അത് എനിക്ക് വേദി ഒരുക്കി തരുമായിരുന്നു. അത് എന്നെക്കാൾ നല്ല പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ലാസ്റ്റ് പെർഫോമൻസിനെ കവർ ചെയ്യാൻ ഒരു പെർഫോമൻസ് ഇല്ല. മനസ്സിലായി. കാരണം വെച്ചാൽ അവർക്ക് ആ വിഷ്വൽ, ആ ശബ്ദം, സൈലൻസ് അത്രയും കിട്ടി. ഫാനിൻ്റെ ഒച്ചയില്ല, വേറെ ഒരു ഒച്ചയില്ല. അപ്പം തന്നെ ഉറപ്പിച്ച പോലെ ഭയങ്കര കയ്യടിയും കിട്ടി. ഞാൻ അന്ന് ഡയലോഗ് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു വെപ്രാളത്തിൽ. പക്ഷെ ഇതാണ് എൻ്റെ മെയിൻ സംഭവം എന്ന് എനിക്ക് മനസ്സിൽ കാണുകയായിരുന്നു. പിന്നീട് മനസ്സിലായി. അന്ന് എൻ്റെ കോലവും അതേപോലെ തന്നെയായിരുന്നു, മുടിയും താടിയൊക്കെ കുറേ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു തുടങ്ങി. ആ പടത്തിൽ ഞാൻ സെലക്റ്റായി. സെക്കൻഡ് ഹീറോയാണ് ജോർജ് എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ LTTയുടെ കഥയായിരുന്നു ലോകം. അങ്ങനെ അത് അവതരിപ്പിക്കാൻ പോയി, നന്നായി തന്നെ ചെയ്തു. ആ പടമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇറങ്ങേണ്ടത്. അത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ തമിഴിൽ ചാൻസസ് ആ പടം ഇറങ്ങിയില്ല. അത് ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ ആയപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളായി. പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു ക്രാഷൊക്കെ ആയ പടം നിന്നുപോയി. അത് ഇന്നും പെട്ടിക്കകത്താണ്. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്താണ് പറഞ്ഞത്. ഇത് കുറേ അവിടുത്തെ എക്സ്പീരിയൻസുകളും വേറെ 1-2 സിനിമകൾ ചെയ്തു അവിടെ തന്നെ. തമിഴിൽ 3 സിനിമ ചെയ്തതാണ്, ഒന്നും ഇറങ്ങിയില്ല. റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമ കമ്മട്ടിപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്ന് ഈ മാർക്കറ്റിലെ പരിപാടികളും പിന്നെ ഇവിടുത്തെ നാടകങ്ങളും ഇതൊക്കെ ചെയ്യും. അപ്പോഴാണ് ഇവിടെ ഏകകാരി എന്ന് പറഞ്ഞിട്ടൊരു 1-man ഷോ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു തൃപ്പൂണിത്തുറയിൽ. അതിൻ്റെ വോളണ്ടിയറായിട്ട് ഈ ഷാഫിച്ചേട്ടനൊക്കെ വിളിച്ചിട്ട് ഞാനും പോയി. ഇത്തിരി പൈസ കിട്ടും, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ സുജിത് ശങ്കർ എന്ന് പറയുന്ന നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം അതിലെ വില്ലനുണ്ടല്ലോ, സുജിത്താണ് എന്നോട് പറയുന്നത് ഇങ്ങനെ രാജീവ് രവി ഒരു പടം ചെയ്യുന്നുണ്ട്, വിനായകനാണ് അതിൽ ലീഡ്. വിനായകൻ്റെ ബ്രദറായിട്ടൊക്കെ ആളുകൾ നോക്കണ്ട, നിങ്ങൾ ഒന്ന് ഫോട്ടോ കൊടുത്ത് നോക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ചെന്ന് ഫോട്ടോ കൊടുത്തു. പിന്നെ രാജീവേട്ടനെ കാണുന്നത്, അപ്പോൾ ഞാൻ ഈ തമിഴ്നാട്ടിലെ ഓഡീഷൻ എന്ന് പറയുന്നത് നമ്മൾ അഭിനയിച്ച് കാണിക്കണം, കർണനോ അങ്ങനെ മറ്റേ പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ കടവന്ത്രയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തേക്ക് നടക്കണം. അത് നടക്കുന്ന വഴിയൊക്കെ ഞാൻ ഈ ഡയലോഗൊക്കെ ആലോചിച്ച് ഒക്കെ പ്ലാൻ ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ രാജീവേട്ടൻ മണി എന്താണ് ഞാൻ ഇപ്പം ഒന്നും ചെയ്യണം നാടകം അല്ല പണിക്ക് പണി ചമ്പക്കര ഇപ്പം ചാള എന്താണ് മുട്ടച്ചാളാണോ അങ്ങനെ നല്ല ചാളയാണോ ഈ പുള്ളി ഇങ്ങനെ ചാളേനെ പറ്റി മീനിനെ പറ്റി ഞാൻ പഠിച്ചു വന്ന കർണന് പറഞ്ഞതിനൊക്കെ അവിടെ ഇരിക്കുക. അത് ഒരു ദിവസം അങ്ങനെ നടന്നു. രണ്ടാമത്തെ ദിവസം വാടൂ ഇരിക്കണു വലിക്കൂ വലിക്കും എന്ന് പറഞ്ഞു. ഒരു തവണ വലിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് മുമ്പിൽ വലിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു സെക്കൻഡ്സിനകത്ത് ഇപ്പോൾ പറഞ്ഞാൽ സത്യം പറയുന്നതിന് അങ്ങനെ സത്യം പറയാൻ ഞാനിപ്പോൾ നുണ ഒരുപാട് പറഞ്ഞിരുന്ന ആളാണ്. നുണ നിർത്താൻ കാരണം ഈ സത്യത്തിൻ്റെ ഒരു പോസിബിലിറ്റികളുണ്ട്. അത് അപ്പം മാത്രമേ നമുക്ക് ഞാനത് എടുത്തു എന്ന് പറയുമ്പോൾ അത് ആരോട് വെച്ചിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ദേഷ്യം ഉണ്ടാവുള്ളൂ, ചതിയില്ലല്ലോ അതിൽ. അപ്പം അങ്ങനെ ഒരു സിഗരറ്റൊക്കെ വലിച്ച് പിന്നെയും കുടുംബകാര്യം അതും ഇതൊക്കെ ചോദിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു വിളിക്കാം. ഇങ്ങനെ ഏകദേശം ഒരു 1-2 മാസം വരും. പുള്ളി മീനെക്കുറിച്ച് ചോദിക്കും, അവിടുത്തെ പഴയ ഗുണ്ടകളെക്കുറിച്ച് ചോദിക്കും, തിയേറ്ററിൽ മറ്റേ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കണ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും. എന്നിട്ട് പറഞ്ഞു വിടും. എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഓഡീഷനായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കയറി ചെന്നപ്പോൾ എൻ്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടറിൻ്റെ നെയിം എഴുതിയിട്ടില്ല. എന്നെ എടുത്തിട്ടുണ്ട്, ഏത് ക്യാരക്ടറിലേക്കാണെന്നുള്ളത് ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ സുജിത്ത് ഒരു ചെറിയ ക്യാമറയായിട്ട് വന്നു, ചേട്ടൻ നമുക്കൊന്ന് നോക്കാം. അത് 2 മാസം കഴിഞ്ഞു. 2 മാസമായിട്ട് ഇത് തന്നെ. ഞാൻ വിചാരിച്ചത് കടവന്തറയിൽ പുള്ളി ഒരു മീൻ തട്ട് ഇട്ടിട്ട് അവിടെ എന്നെ പണിക്ക് എടുത്താനുള്ള പരിപാടി. അങ്ങനെ തന്നെ സുജിത്ത് ഓഡിഷൻ ചെയ്തു. അപ്പോൾ ഒരു ഗുണ്ട, ആ ഗുണ്ടയുടെ 17 വയസ്സ്, ഒരു 20-17 ആ റേഞ്ച്, പിന്നെ ഒരു 40 ആ റേഞ്ച്, പിന്നെ ഒരു റിട്ടയർഡ് ഏതാണ്ട് തീരുന്ന ആ സമയം. അപ്പോൾ ഈ 3 വേരിയേഷൻസ് കാണിക്കാൻ പോകും. അപ്പോൾ 3 വേരിയേഷൻ അച്ഛൻ നമുക്കിപ്പോൾ തല്ലെങ്കിൽ ഇപ്പോൾ തല്ല, ഞാൻ വരാമെന്ന് ഇതേ അവനല്ലേ അവനെ വീട്ടിൽ കയറി കുത്തും നമ്മൾ. പിന്നെ ഇത് കഴിഞ്ഞ് എടാ നീ അടങ്ങ്, നമ്മളങ്ങനെ പോയാലേ അത് പാർട്ടിയുടെ പ്രശ്നമൊക്കെ ഉണ്ടടാ, നമ്മൾ ചോദിക്കണ്ടേ, ഇത് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. നമുക്ക് സംസാരിച്ചിട്ട് എന്നെ കൊണ്ട് വയ്യടാ, ചാവാറേ മക്കളെ, എനിക്ക് കുത്തുമാടി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വയ്യ, എന്നെ ഇതൊന്നും വലിച്ചിടല്ലേ മക്കളെ. ഈ 3 പരിപാടി കഴിഞ്ഞു. ജീവിതം അപ്പോൾ ഇത് ഇങ്ങനെ 3 വേരിയേഷൻ കാണിച്ചു. അപ്പോൾ സുജിത്ത് എന്നെ ഓഡിഷൻ ചെയ്തതിൽ രാജീവേട്ടന് എൻ്റെ നാച്ചുറൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് താഴത്ത് നോക്കി നടക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഈ ചെറുപ്പം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കയറി നമ്മൾ ഈ ആകെ ഡെസ്പായി തോൽവി ഭാരമായിട്ട് നടക്കുകയാണ്. തമിഴിൽ പോയി 3 ചെയ്ത് നടന്നില്ല, കളിയാക്കലും ചീത്ത പറയലും, കയ്യിൽ 5 പൈസയില്ല, അങ്ങനെ. അപ്പോൾ ആരോടും അങ്ങനെ ഭയങ്കര പെർഫോമൻസൊക്കെ ആ ചെറുപ്പത്തിലെ ഇതൊക്കെ ഫയറൊക്കെ പോയി. ഫയർ ഉള്ളിലുണ്ട്, പോയിട്ടില്ല, പക്ഷെ പുറത്ത് കാണിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ. അപ്പോൾ രാജേട്ടൻ നോക്കുമ്പോൾ ഈ ബാലൻ എന്ന് പറയുന്ന ഒരാൾ വേറെ ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ ഇയാൾ പെർഫോമറാണ് എന്നുള്ളൊരു ഉറപ്പ് സുജിത്ത് രാജീവേട്ടനോട്, സത്യത്തിൽ സുജിത്തിനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സുജിത്ത് ചെയ്യാമായിരുന്ന ക്യാരക്ടറാണ്. അത് വലിയൊരു മനസ്സാണത്. അതായത് എന്നെ കാസ്റ്റ് ചെയ്യുക മാത്രമല്ല, സജസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഉറപ്പ് പറഞ്ഞു ഇയാൾ പെർഫോം ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാമെന്നുള്ള അത്രയും എന്നിൽ കോൺഫിഡൻസ് വെച്ചത് ആദ്യം സുജിത്താണ്. രാജേട്ടൻ എന്നെ ഇഷ്ടമായി. ഞാൻ ആ പടത്തിൽ ബാലനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടാവുമായിരുന്നു, അത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്കും എന്നെ ഇഷ്ടമായി. അങ്ങനെ തുടങ്ങി. പിന്നെ ബാലൻ എന്ന് പറഞ്ഞ് ആ ഫോട്ടോൻ്റെ അടിയിൽ ക്യാരക്ടറിൻ്റെ നെയിം വന്നു. പിന്നെ ഓരോരുത്തരേക്ക് ആഡായി. പിന്നെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് അനിയൻ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നു, ഞാൻ പുറത്തു നിന്ന് തുള്ളുന്നു, അതിൻ്റെ ബാക്ക് ഷോട്ട് അവിടെ നിന്ന് തുടങ്ങി. അതാണ് ഫസ്റ്റ് ഷോട്ട്. എരൂർ, ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് എൻ്റെ ആദ്യത്തെ
ഷൂട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ഈ പല്ല് വന്നപ്പോൾ ഭയങ്കര എന്നുവെച്ചാൽ എൻ്റെ പല്ലിൽ ഭയങ്കര കോൺഫിഡൻ്റ് എനിക്ക്. നല്ല വെളുത്ത പല്ലും നിരയുള്ള പല്ലും ആയിരുന്നു. അപ്പോൾ ഈ ഞാനെപ്പോഴും പല്ല് ചിരിക്കണം. പല്ല് ഇങ്ങനത്തെ ചിരി ഇല്ല എനിക്ക്. ഇങ്ങനെ കാരണം നമ്മുടെ ഇത്ര ഈ 5 അടി പൊക്കത്തിൽ നമുക്ക് ധൈര്യമുള്ളത് ഇതിലാണ്. അപ്പം ഈ പല്ല് എന്നോട് ഞങ്ങളുടെ ചായ കിട്ടാൻ വേണ്ടി 3 പ്രായമുണ്ട്. എൻ്റെ ചെറുപ്പമുണ്ട്, വിനായകൻ്റെ ചെറുപ്പമുണ്ട്, അതിൻ്റെ ചെറുപ്പമുണ്ട്, കുട്ടിക്കാലമുണ്ട്. അപ്പോൾ ഈ 3 പ്രായം. അപ്പോൾ ഓരോ മുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പല്ല് ആഡ് ചെയ്തു. റോഷൻ ചേട്ടനും രാജീവേട്ടനൊക്കെ കൂടി അവർ ഡയറക്ഷൻ ആലോചനയിൽ അങ്ങനെ പല്ല് ആഡ് ചെയ്ത് ഈ പല്ല് വന്നപ്പോൾ പല്ലിൽ മഞ്ഞ സാധനമൊക്കെ അടിച്ചിട്ട് വെക്കണം. മഞ്ഞ പല്ല് പല്ലങ്ങ് തന്നപ്പോൾ തന്നെ മനസ്സ് ചത്തു. കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കാന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലും സങ്കല്പം കമലഹാസനാണ്. അപ്പോൾ ഈ സാധനം തന്നു കൊണ്ടുപോയി വെച്ച് ഇവിടെയൊക്കെ വേദനയും ഭയങ്കര ഇറിറ്റേഷനായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം. ഭയങ്കര ഈ ബാലനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എനിക്ക് ബാലൻ്റെ റെഫറൻസ് രാജീവേട്ടൻ തരുന്നത് വീഡിയോ കാണിച്ചു. വീഡിയോയിൽ ഓക്കെ, സുജിത്ത് ഓക്കെ പറഞ്ഞു, രാജീവേട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാജീവേട്ടൻ എനിക്ക് കഥ പറഞ്ഞിരുന്നു. എടോ ഇതേ ഈ 90, 80, 90 കാലഘട്ടത്തിൽ നമ്മുടെ തനിക്കറിയാമല്ലോ, നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ ഷട്ടിപ്പുറത്തൊക്കെ ഇടിയൊക്കെ കണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ ആ പിള്ളേർക്കൊരു ചേട്ടനും ഒരു ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ പന്ത് പോലെയാണ്, നിൽക്കില്ല അത്ര. അപ്പം ആ റബ്ബർ പന്താണ് എൻ്റെ ഒരു റെഫറൻസ്. നമ്മളത് തന്നെയാണ്. ഞാൻ ആ ബോള് ഇട്ട് കഴിഞ്ഞാൽ ബോൾ ഇങ്ങനെ കട അടിച്ച് അതിങ്ങനെ നിൽക്കും. അതിൻ്റെ സ്റ്റോപ്പ് കിട്ടണമെങ്കിൽ കുറേ ടൈം എടുക്കും. എന്ന് പറയുന്ന പോലെ ഇയാൾ ഭയങ്കര എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും, പുള്ളി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് അത് പിടിച്ചു. പിന്നെ ഈ പല്ല് വന്നപ്പോൾ ഉണ്ടായ റിയാക്ഷനൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബാലനായിട്ട് അങ്ങോട്ട് ജെല്ലായി. കാരണം ഞാൻ അതേപോലത്തെ ആളുകളെ കണ്ടിട്ടുണ്ട്. അത്തരം ആളുകളുടെ ഇടയിലാണ് ഞാനും വളർന്നിട്ടുള്ളത്. എനിക്കൊരു പീരീഡ് അവിടെ തോപ്പിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്, അതായത് ദളിതരുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണല്ലോ. പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിട്ടാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കാരൊക്കെ ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഓരോ വീട്ടിലും ഞാൻ അവിടുത്തെ അംഗമാണ്. അപ്പം അത്രയും എനിക്കറിയാം ആ ജീവിതത്തെ. എനിക്ക് ആ ജീവിതം, അവരുടെ ജീവിതം, അവരുടെ എക്സ്പ്രഷൻസൊക്കെ എന്താണെന്നുള്ളത് അറിയാം. കളങ്കമില്ലാത്ത ഓപ്പണായിട്ടുള്ള, ദേഷ്യം വന്ന നല്ല തെറിയും പറയും, ഇടിക്കും. അതേപോലെ തന്നെ സങ്കടം വന്ന പൊട്ടിക്കരയും. ഈ മറച്ചു വെക്കലില്ല. അപ്പോൾ അങ്ങനെ ബാലനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പല്ല് ഉള്ളത് ഞാൻ മറന്നുപോയി. എൻ്റെ സ്വന്തം പല്ലിനെ പോലെ തന്നെ ഊണ് കഴിക്കാൻ നിർത്തുന്നത് അയച്ച് മാറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വെച്ച് കൂടുതൽ വെച്ച് എനിക്കിവിടെ നീരായി. അതൊരു സീൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സീനുണ്ട്. അതിലെനിക്ക് ഇവിടെ ഇത്ര നീരാ. എനിക്ക് അങ്ങനെ ക്ലോസ് വെച്ചിട്ടില്ല. കിടക്കുമ്പോൾ മാത്രമേ, അതായത് പാക്കപ്പ് പറയുമ്പോൾ മാത്രമേ, മേക്കപ്പ് അഴിക്കുമ്പോഴാണ് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. അത്രയും ക്യാരക്ടറിൻ്റെ ഒരു ഇതായി. അങ്ങനെ പടം ചെയ്തു കഴിഞ്ഞ് തിയേറ്ററിൽ ചെന്ന് കണ്ടു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കയ്യടിക്കടാന്ന് പറഞ്ഞ ആ സ്ക്രീനിൽ പറഞ്ഞ സാധനം അത് വർക്കായി. എല്ലാവരും കയ്യടിക്കണം. ആ കയ്യടിക്കടാന്ന് ഒരു പുതിയൊരാൾ വന്ന് പറഞ്ഞിട്ട് ഇവർ അതാ അക്ഷരം പ്രതി അനുസരിച്ച് നിന്ന് കയ്യടിച്ചപ്പോൾ ഉണ്ടല്ലോ, കിളി പറഞ്ഞു. കലാകാരൻ എന്ന് പറയുന്നത്, കലാകാരന് ജനം കൊടുക്കുന്നൊരു സ്ഥാനം അത് വേറെ ലെവലാണ്. പക്ഷെ അതിൽ അഹങ്കരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതെ, എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ കമ്മീഷണറുടെ ഡയലോഗാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കറക്റ്റ് അല്ല ഇപ്പോഴും എനിക്കത് കറക്റ്റ്. എന്തായാലും ഒരു രസമല്ലേ നമ്മൾ കുട്ടിക്കാലത്ത് ആ കൊച്ചു മണികണ്ഠൻ പറഞ്ഞ കമ്മീഷണറുടെ ഡയലോഗ് ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാനത് സുരേഷ് ഏട്ടൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവത്തിന് സുരേഷ് ഏട്ടൻ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം കാറിൽ കയറുന്നതിന് മുമ്പ് ജനം ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പോൾ ഞാനവിടെ വന്നിട്ട് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ കയറിയ ആൾ ഇറങ്ങി വന്നിട്ട് അങ്ങനെയല്ല, ഡയലോഗ് തെറ്റിപ്പോയി ഞാൻ പറഞ്ഞു. എന്നിട്ട് തിരുത്തി പറഞ്ഞു. അന്ന് എനിക്ക് ഭയങ്കര കയ്യടി കിട്ടി.
ഇത് സിനിമയ്ക്ക് ശേഷമാണോ? സിനിമയ്ക്ക് മുമ്പ്. അപ്പൊ ആ ഡയലോഗ് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മണികണ്ഠന്റെ ആ ഡയലോഗ് പറഞ്ഞേ പറ്റൂ, കാരണം ഇത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. സുരേഷ് ഏട്ടൻ പറഞ്ഞതല്ലേ അങ്ങനല്ല എന്ന്. കാക്കിയിട്ടവൻ്റെ നേരെ കയ്യോങ്ങിയ നിനക്കൊന്നും നോവത്തില്ല, കൂട്ടത്തിലൊരുത്തൻ അങ്ങനെ ചങ്കു നേരി. എനിക്കത് ഓർമ്മയില്ല, സോറി. ഒന്ന് ഓർത്തെടുത്താലും തലയിൽ കിട്ടും. അപ്പോൾ നമ്മളുടെ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരുപാട് സന്തോഷമാണ് ഈ മുഹൂർത്തങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും. കാരണം ഇതൊരു ഇൻഫ്ലുവൻഷ്യൽ സ്റ്റോറിയാണ് ബേസിക്കലി നടക്കുന്നത്. ഓർമ്മകളുടെ ഇടയിലൂടെ ഞാനൊരു പുതിയ അതിഥിയെ, അതായത് ഒരു മഹത്തായ ഗിഫ്റ്റഡ് യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റുള്ളൊരു വ്യക്തിത്വത്തിന് കൂടെ പരിചയപ്പെടുത്തും ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത്. ഈ ഒരു ഡിസ്കഷനകത്തെന്ന് പറയും, ഇതൊരു ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ താല്പര്യപ്പെടുന്നത്, ഇതൊരു സൗഹൃദ സംഭാഷണമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ സ്നേഹങ്ങൾ പങ്കിട്ട് നമ്മളുടെ യാതനകളും വേദനകളും. കാരണം മണികണ്ഠൻ എപ്പോഴും മനസ്സിലാക്കേണ്ട, പട്ടിണിയിലാണ് ലെഗസി ഉണ്ടായിട്ടുള്ളത്. വയറ് കായുമ്പോഴാണ് ബ്രെയിൻ ചൂടാവുന്നത്. ബ്രെയിൻ ചൂടാവുമ്പോഴാണ് ജീവിത തേടിയുള്ള അന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം താങ്കൾ ഈ പറയുന്ന KR നാരായണൻ സാറിനെ എടുത്താലും, മോഡിജി എടുത്താലും, സ്റ്റീവ് ജോബ്സിനെ എടുത്താലും, ബിൽഗേറ്റ്സിനെ, എല്ലാവർക്കും ഒരു പവേർട്ടിയുടെ സ്റ്റോറിയുണ്ട്. അലിബാബയുടെ ഓണർ ജാക്മ എടുത്താലും എല്ലാം തോൽവികളാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ താങ്കളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സക്സസ് എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സക്സസ് ക്യാൻ ബി സെലിബ്രേറ്റഡ് ആൻഡ് ഹാൻഡിൽഡ് ബൈ എവറിബഡി, ഐ തിങ്ക് സോ. പക്ഷേ ഫെയിലുവർ, ഇന്ന് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഡിസോർഡർ, മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് പോകുന്നിടത്ത് അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് വന്ന് ഒരു സ്റ്റാറായിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അടുത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ഷെഫ്സ് ഡ്രൈവ് എന്ന എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 8 എപ്പിസോഡാണ് ചെയ്തത്. 8 എപ്പിസോഡ്സ് ചെയ്തിട്ടുള്ളൂ. അതിൽ 8 പേരും ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാണ്. ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അവർക്കൊരു 30,000 ഫോളോവേഴ്സ്, 25,000 ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തിത്വങ്ങളായിരുന്നു. എൻ്റെ ഈ സെക്കൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഗൗതം വിൻസെൻ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരൻ്റെ എപ്പിസോഡ് ഞാൻ ചെയ്തായിരുന്നു. ആ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നിന്നെ ഇന്ത്യ അറിയപ്പെടും, നീ ഒരു റോക്ക് സ്റ്റാർ എന്നായിരിക്കും അറിയപ്പെടുന്നത്. പിന്നെ ഞാൻ കാണുന്നത് കമൽഹാസൻ നാട്ടിൽ വരുന്നു, അന്നത്തെ വേദിയിലേക്ക് ഇദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു, ഇദ്ദേഹം പാട്ട് പാടുന്നു, ഇദ്ദേഹത്തിൻ്റെ വൈഫ് പാട്ട് പാടുന്നു, ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കൂടെ കമൽ സാർ പാട്ട് പാടുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗൗതമേ, ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് നീ വേറെ ലെവൽ സ്റ്റാർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു പ്രഡിക്ഷൻ ഞാനിവിടെ ചെയ്യുന്നത്. യു വിൽ ബി എ നാഷണൽ അവാർഡഡ് സ്റ്റാർ. താങ്ക് യു. ബിക്കോസ് ദർ ഈസ് ഓൾവേസ് എ ഫയർ വിത്തിൻ, സീരിയസ്ലി. ആൻഡ് ഓൾ വി ഹാവ് ടു ഡു ഇസ് കൺസിസ്റ്റൻസി, ഫോക്കസ്. ആൻഡ് ഡിവിനിറ്റി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. അങ്ങനെ ഡിവിനിറ്റി ബ്ലെസ്സിങ് ഉള്ളൊരു മറ്റൊരു വ്യക്തിത്വം, അതായത് വൈദികൻ്റെ, അതായത് ഡോക്ടേഴ്സിൻ്റെ മേഖലകളിൽ പഴമകളുടെ പൾസ് പിടിച്ച് രോഗലക്ഷണങ്ങൾ പറഞ്ഞിരുന്ന ഒരു പഴയ കാലമുണ്ടായിരുന്നു നമ്മൾക്കെല്ലാം. തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിന് പറയേണ്ട ഭാഷ, അതാത് ലാംഗ്വേജിൽ പൾസിലൂടെ കേൾക്കാൻ കഴിവുള്ളൊരു ഡോക്ടറുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പായി ഈ ശബ്ദത്തിനെ പറ്റി, കാരണം പൊതുവേ എൻ്റെ ശബ്ദത്തിനെ പറ്റി ആൾക്കാർ നല്ല 4 വാക്കൊക്കെ പറയുന്നത് എൻ്റെ ശബ്ദത്തിനെയാണ്. താങ്കളുടെ ശബ്ദം ബേസിക്കലി ഒരു പ്രത്യേകത ഉള്ളൊരു ശബ്ദമാണ്. ബേസിക്കലി എന്നെ ഭയങ്കര ഒരു മാഗ്നറ്റിക് ഫീലുണ്ട്. വലിയ പൗരുഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ അതിലൊരു വിസ്മയമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. താങ്കൾ കരയിപ്പിച്ച് കളയും. ഈ പ്രക്കായി അടിക്കുക ആ സാധനമൊക്കെ ഇല്ലേ, താങ്കളെ മോഡുലേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല, കേട്ടില്ല. ഇല്ല, ഈ ശബ്ദത്തിന് അങ്ങനെ ഇതുവരെ പറയുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഡിസ്കഷനിൽ വന്നപ്പം താങ്കളത് പ്രത്യേകം എടുത്തു പറയണമെന്ന് പറഞ്ഞ ഒന്നായിരുന്നു താങ്കളുടെ വിസ്മയിപ്പിക്കുന്ന ശബ്ദം. അത് താങ്കളൊരു മാജിക്കലിയാണ് അത് മോഡുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പച്ചമാങ്ങ ഉപ്പിലിട്ട് തിന്നുകൊണ്ട് കണ്ടിന്യൂ ചെയ്താലോ? അടിപൊളിയല്ലേ? ഈ പച്ചമാങ്ങ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ലേശം മുളക് പൊടി, ലേശം ഇച്ചിരി ഉപ്പും പുരട്ടി തിന്നുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഓർമ്മകൾ അയവിറക്കാൻ ഒന്ന് കടിച്ചാലോ? തീർച്ചയായിട്ടും. വാ, റെഡി, വരട്ടെ. അപ്പോൾ ഇത് നല്ല നല്ല പച്ചമാങ്ങ, സിമ്പിൾ സാധനം. ഓക്കെ, നീ എടുക്കണം. മതിയതാ. ഓ, വെൽക്കം. ചെറിയ
ഈ ആഹാരത്തിനും മ്യൂസിക്കിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് കടിക്കുമ്പം മിനിമം ഒരു 10-30 കൊല്ലം പിറകെ ആ സ്കൂളിൽ നിന്നൊക്കെ വന്ന് നമ്മളങ്ങോട്ട് കൊണ്ടുപോകും. ചില പാട്ട് കേൾക്കുന്ന പോലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. വെക്കേഷൻ ടൈമിലൊക്കെ മഴയാണല്ലോ, അപ്പോൾ ഇരുണ്ട ആകാശം, ഒരു പ്രത്യേക കാറ്റടിക്കുമ്പോൾ വീട്ടിൽ ചേച്ചിമാരോ ചേട്ടൻ ആരെങ്കിലും വിളിക്കും, എടോ കാറ്റ് വേണ്ട ഇപ്പോൾ മാമ്പഴം വീഴുന്നു. അപ്പോൾ ഒരു മൂവാണ്ടമാവുണ്ട്, അപ്പുറത്തെ ഒരു ചന്ദ്രക്കാരനുണ്ട്. മൂവാണ്ടമാങ്ങിന്ന് ഇതേപോലെ ചെനച്ച മാങ്ങ. ഈ ഒരു സന്തോഷം ബിരിയാണി എന്നാ കിട്ടുമോ? കിട്ടത്തില്ല. ബിരിയാണിക്ക് വേറെ സന്തോഷം. അതെ, ഈ സന്തോഷം കുട്ടിക്കാലത്തെ സന്തോഷം. അതെ അതെ. ഇതൊരു 40 വയസ്സ് കഴിഞ്ഞൊക്കെ ടേസ്റ്റ് ചെയ്ത് തീർക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കടിക്കുമ്പം ഇതിനോട് കല്ലുപ്പും കൂടെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഞാനൊന്നുകൂടെ അങ്ങ് എടുക്കുക. എനിക്കങ്ങനെ നാണവമാനോ. ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഒരു വല്ലാണ്ട് അഭിനയിക്കണം. ഇപ്പോൾ സത്യസന്ധമായിട്ട് ഇത് അഭിനയിക്കണമല്ല. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഇൻ എ വേൾഡ് പെയിൻ സ്ലോസ് ലൈഫ് ആൻഡ് doubt clouds hope, one healer listens not to the words but to the pulse. Dr. Vishnu Mohan, lovingly called Dr. Pulse. Let's welcome him on board for a chit chat with Dine with Nalan. നളൻ സാറിൻ്റെ തന്നെ, ഷെഫിൻ്റെ തന്നെ ഒരു വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം രാവിലെ പോയിട്ട് വയറ്റിൽ നിന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. കോടി ഉണ്ടായിട്ട് കാര്യമില്ല, വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ തീർന്നില്ലേ? മതിയുടെ എപ്പിസോഡ് നിർത്തിയരാ മതി. ഒരു ഡോക്ടറുടെ നിന്നൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാം. ഡോക്ടറിന് അറിയോ സോഷ്യൽ മീഡിയയിൽ ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ല. അത് മാത്രമല്ല